സോറി സോറി എന്തോ സോറി സോറി ഏട്ടാ. അങ്ങോട്ട് പറയക്കടാ. മനുഷ്യനെ പഠിപ്പിക്കുക ഇവനൊക്കെ ഓർമ്മ. കഴിക്കാൻ എന്താ വേണ്ടേ? ആദ്യമൊന്ന് ഫാൻ ഇട്. കറണ്ടില്ല. കഴിക്കാൻ ചിക്കൻ ബിരിയാണി ഉണ്ടോ? ആ ഉണ്ട്. ആ ഒന്നെടുത്തോ. ശരി. ആ ഒരു വലിയ സെറ്റണേ. ആ എൻ്റെ കൊടുക്കത്തെ ഏമ്പൊക്കെ. കാശ് കാണുന്നില്ലല്ലോ. എടുക്കാൻ മറന്നോ തോന്നുന്നേ. കാശെടുക്കാൻ മറന്നോ? എടാ നിന്നെ പോലത്തെ ഇഷ്ടം പോലെ നമ്മൾ കാണുന്ന ദിവസം കേട്ടാ. ഇങ്ങനത്തെ നമ്പറും കൂടെ ഇങ്ങോട്ട് വരണ്ട. നിന്നെ ഒന്നും വെറുതെ വിടാൻ പറ്റില്ല. ചോരടവൊന്നും അതിനോട് നടക്കൂല. എന്താട്ടാ ഭക്ഷണം? ഭക്ഷണം കഴിച്ച് എന്റെ കാശ് വെച്ചപ്പോ ഈ നാറി പറയോ കാശില്ലാന്ന്. സത്യ സാറേ, എന്റെ പൈസ കാണാത്തോണ്ടാ സാർ. പൈസ എടുക്കാൻ വിട്ടുപോയിന്നാവും സാർ. എനിക്കൊന്നും അറിയണ്ട. എനിക്കെന്നെ കാശ് കിട്ടണം, അല്ലെങ്കിൽ ഞാൻ പോലീസിനെ വിളിക്കും. ഇയാളെ കാശ് എത്രേ? ഇതാ 30 രൂപ. ഓ ഇത്രേ ഉള്ളൂ? അത് ഞാൻ തന്നോളാം. ഓ ആര് തന്നാലും വേണ്ടില്ല, എനിക്കെന്നെ കാശ് കിട്ടണം. കാശില്ലെങ്കിൽ പോലീസിനെ വിളിക്കാന്നുള്ള ഭീഷണിയൊന്നും വേണ്ട കേട്ടാ. ഇനിയെങ്കിലും കാശൊക്കെ സൂക്ഷിച്ചു വെക്ക് കേട്ടാ. എപ്പോഴും ഞാൻ രക്ഷകനായി ഉണ്ടാവണമെന്നില്ല. ഇല്ല ശരി. നന്ദിയുണ്ട് സാറേ, നന്ദിയുണ്ട്. പോട്രാ. $140. പേഴ്സ് കാണില്ല. എന്താ പേഴ്സ് കാണാനില്ല, പൈസ ഇല്ല എന്നൊക്കെ പറഞ്ഞു വരുന്ന ഒരുപാട് പേരെ കണ്ടിട്ടുണ്ട് മോനെ. നിനക്കൊക്കെ ഓസിന് ഫുഡ് അടിക്കാൻ വേണ്ടിയാ ഞാൻ ഈ ഹോട്ടൽ തുടങ്ങിയ. നേരത്തെ പോയ കിഴങ്ങനും നീയും തമ്മിലുള്ള ഒത്തുകളിയായിരിക്കും ഇതല്ലേ. അയാളുടെ കാശ് കൊടുക്കാമെന്ന് നീ പറയുന്നു, ഇനി നിന്റെ കാശ് കൊടുക്കാൻ വേണ്ടി വേറെ ആരും വരുമായിരിക്കും അല്ലേ. നിന്റെ ഒരു അഭ്യാസവും നടക്കൂല മോനെ. കാണാൻ എന്തൊരു മാഞ്ഞ. ഞാൻ ഫ്രണ്ടിനെ വിളിച്ചു. എന്തൊക്കെ നോക്ക്. മൊബൈൽ കാണാൻ. അപ്പൊ അതുമില്ലേ ഇവിടെ? ഞാൻ തന്നെയാണോ പോലീസ്? എല്ലാ പാത്രവും ഇവനെ കാണിച്ചു കൊടുക്ക്. ഇവൻ വൃത്തിയായിക്കോളും.
ഇതൊന്നും എന്താണ്? ആ, എല്ലാം വൃത്തിയായി കഴിയില്ലേ? ഉം. എന്താ വേണ്ട വെച്ചാൽ നീ വാങ്ങി കഴിച്ചോ. എന്നാലും എൻ്റെ മൊബൈല് ഇവനെന്നെക്കാളും വലിയ ദരിദ്രാവസ്ഥ തോന്നുന്നു. അവൻ്റെ വരവും പോക്കും കണ്ടപ്പോൾ ഞാൻ വിചാരിച്ച് മെനക്കെട്ടത് വെറുതെ അല്ല. എൻ്റെ പേഴ്സ്